Good morning. Today going to talk about evaluating financial performance. Entrepreneurship development എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റിലെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Evaluating the financial performance. Once effective accounting system in place, firm's owner must determine how to use the data generate most productively. ഒരു ഇഫക്റ്റീവ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഓണർക്ക് അയാളുടെ ഡാറ്റകൾ കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാനായിട്ട് എളുപ്പമാണ്. മാർക്കറ്റിംഗ് Z, he who does not read know better off than of the who cannot read. വായിക്കാൻ അറിയാത്തവനേക്കാളും ബെറ്റർ വായിക്കാൻ ശ്രമിക്കാത്തവനാണ്. അപ്പം നമ്മൾ ഏത് കാര്യമായാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വായിക്കണം. അതായത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെയുണ്ടെന്നുള്ളത് ചെയ്യണം. അപ്പോൾ വായിക്കാൻ കഴിവില്ലാത്തതിനേക്കാളും വായിച്ച് നോക്കുകയാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ദ ഓണർ ഹു ഹാസ് എ ഗുഡ് അക്കൗണ്ടിങ് സിസ്റ്റം ബട്ട് ഡസ് നോട്ട് യൂസ് സിമിലർലി ഡിസഡ്വാൻറ്റേജസ്. അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നമ്മളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ആക്യുറേറ്റ് ആണ്, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു ഓണർക്ക് മനസ്സിലാക്കാനായിട്ട് ചെയ്യണം. അത് the section provides a framework for interpreting financial statement designed to clarify these statements. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻ ഓണർ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഇഫക്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരു ഓണർ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഫിനാൻഷ്യൽ ഇഫക്റ്റ് എങ്ങനെയാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് എപ്പോഴും എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ട്. ദ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേ ഹാവ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ അപ്പിയർ ഇൻ ദ ഫേംസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. The exact method used to interpret financial statement can vary with the perspective of determining the figure is emphasized. The exact method നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള എക്സാക്റ്റ് മെത്തേഡ് രണ്ടുപേരും ഉപയോഗിക്കുകയാണെങ്കിൽ ആ രണ്ട് തരത്തിലാക്കി. ഇപ്പോൾ ബാങ്കർ അതിൻ്റെ കണ്ടപ്പോൾ വി അനലൈസ് ദ സെയിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദേ മേ ഫോക്കസ് ഓൺ ഡിഫറെൻറ്റ് ഡാറ്റ. രണ്ടുപേരും രണ്ട് ഡാറ്റ വെച്ചിട്ടായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യുക. എന്നാലും നമുക്ക് എന്ത് കിട്ടും, ഒരു ഓവറോൾ പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ നടത്തണം. അതായത് അക്കൗണ്ടിങ് സിസ്റ്റംസ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസ് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് ക്യാൻ ഫേം പേ ബിൽ വിറ്റ്സ് കം ഡ്യൂ. ആ ഡ്യൂ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാൻ പറ്റുമോ. ഡസ് ദ കമ്പനി ഹാവ് ദ കപ്പാസിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാലറി കൊടുക്കുക, അതുപോലെ തന്നെ റെൻറ്റ് കൊടുക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ. ഈസ് ദ ബിസിനസ് പ്രൊവൈഡിങ് ഗുഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ്. അതിന് ഗുഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടോ, അസറ്റിന് അനുസരിച്ചുള്ള ഗുഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടോ. ടു ഡിറ്റർമിനിങ് ഇഫ് ദ ബിസിനസ് ഈസ് സ്ട്രോങ് ഇക്കണോമിക്കലി, സാമ്പത്തികമായിട്ടുള്ള സ്ട്രോങ് ആണോ. ഹൗ മച്ച് ഡെറ്റ് ഈസ് ഫേം യൂസിങ് കമ്പയർഡ് ടു ഇക്വിറ്റി ഫിനാൻസിങ്. എത്രമാത്രം ഡെറ്റ് ഫേം യൂസ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഫിനാൻസിങ് നോക്കുമ്പോൾ എത്രമാത്രം ഡെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആർ ദ ഓണേഴ്സ് ഗെറ്റിംഗ് ഗുഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഓണേഴ്സ് ഗുഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള, അതായത് ഓണേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്യാഷിന് ഷെയർ ഹോൾഡേഴ്സൊക്കെ തന്നതിനനുസരിച്ചുള്ള റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ് റിക്വയർസ് റീസ്റ്റേറ്റിംഗ് ഡാറ്റ ഫ്രം ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിലേറ്റീവ് ടേംസ്. ഇത് നമുക്ക് കിട്ടുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ റേഷ്യോസിൽ നിന്നാണ്. ആ റേഷ്യോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ദ ടേബിൾ ഗിവൺ ബിലോ ഷോ ദ ഇൻഡസ്ട്രി നോംസ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ്, അവരുടെ ഡാറ്റയാണ് താഴെ തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് കറണ്ട് റേഷ്യോ, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ, ഇൻവെൻറ്ററി ടേൺ ഓവർ, ആ റേഷ്യോസ് വെച്ചിട്ട് എങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ദ ഫേംസ് എബിലിറ്റി ടു പേ ബിൽസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. എ ബിസിനസ് ഓർ പേഴ്സൺ ദ മാറ്റർ ദാറ്റ് ഹാസ് ഇനഫ് മണി ടു പേ ഓഫ് എനി ഡെറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബീങ് ഹൈലി ലിക്വിഡ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർഡ് ഐദർ ടു വേസ്. ബൈ കമ്പയറിംഗ് ഫേംസ് അസറ്റ് ആൻഡ് റിലേറ്റീവ്ലി ലിക്വിഡ് നേച്ചർ debt in the near term, then by examining timelines with liquid asset, then receivables and inventories. അതായത് ഫേംസിൻ്റെ അസറ്റും ലിക്വിഡിറ്റിയും നോക്കാം, അതേപോലെ തന്നെ ടൈമിൽനെസ്സും കൂടി ചെക്ക് ചെയ്യാണ്, കൺവേർട്ടഡ് ക്യാഷും കൂടി ചെക്ക് ചെയ്യാണ്. അതായത് റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഓഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓരോ റേഷ്യോസും എന്ത് റിസൾട്ടാണ് നമുക്ക് അനലൈസ് ചെയ്ത് തരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.